ഹായ് അസ്സലാമലൈക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ മുറ്റത്തും പറമ്പിലും തൊടുകളിലൊക്കെ വെറുതെ വാടിപ്പോകുന്ന ചെമ്പരത്തി പൂ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, നമ്മൾ പുറത്ത് പോയി വരുമ്പോഴൊക്കെ ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ നമ്മൾ ക്ഷീണിച്ചും കൊണ്ട് വരുമ്പോൾ തണുത്ത വെള്ളം കുടിച്ചതിനും കാട്ടിയൊക്കെ എത്രയോ നല്ലത് നല്ല ജ്യൂസ് അങ്ങനെയൊക്കെ കുടിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണ്. ഇപ്പോൾ പുറത്ത് പോയി വരുമ്പോൾ നമുക്ക് മടിയല്ലേക്കാരം എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാനോ കുടിച്ചാനൊക്കെ. ഇത് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല, പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണ്. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ചെമ്പരത്തിപ്പൂവൊക്കെ നമുക്ക് നുള്ളിയെടുക്കാം. ഇപ്പം അങ്ങനെ ഞാനത് ചെമ്പരത്തിപ്പൂവ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നിട്ട് എടുത്തിരുന്നത്, ഞങ്ങളോടൊന്നുമില്ല. അപ്പം അങ്ങനെ എവിടെയും അങ്ങനെ ചെമ്പരത്തിപ്പൂ കാണണമൊന്നുമില്ലല്ലോ. അപ്പം കണ്ടപ്പോൾ ഒരു പൂതി ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാണ്. അപ്പോൾ അതിപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ ആ പുല്ലിൽ വേഗം ഒക്കെ നുള്ളി പെറുക്കി പൊട്ടിച്ചെടുത്ത്. അങ്ങനെ ഇത് പൊട്ടിച്ചുമ്പോൾ നമ്മൾ തണ്ട് കൊടുക്കനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു വൃത്തിയല്ലേ കാണാൻ. അങ്ങനെ പിന്നെ അതൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചാൻ വേണ്ടിയിട്ട് വെക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 3 ഒക്കെ ഇട്ടാൽ മതി. കാറാമ്പൂ ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര ഒക്കെ തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ പൂവ് ഞാൻ തലേന്ന് പൊട്ടിച്ച് വെച്ച കാരണം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വാടിയിരിക്കണം. ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്, അപ്പോൾ വലിയ വാട്ടം വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ബാക്കത്തെ ഈ പച്ച കളറുള്ള ഈ തണ്ടും പിന്നെ അതുപോലെ ഈ പൂവിൻ്റെ ഇങ്ങനെ ഈ വാലുണ്ടല്ലോ, ഈ വാലൊക്കെ നമുക്ക് മുറിച്ച് മാറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചെമ്പരത്തിപ്പൂ കഴുകിയതിൻ്റെ ശേഷം ഈ തിളച്ച വെള്ളത്തേക്ക് നമ്മളിത് ഇട്ടെടുക്കാം. അപ്പം തന്നെ ഇങ്ങനെ നിറം മാറണൊക്കെ കാണാം. ഇങ്ങനെ നിറം മാറണ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മുന്തിരി കളറായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഇതിൻ്റെ ഈ പൂവിൻ്റെ കളർ മുഴുവൻ ഇളകിയതിൻ്റെ ശേഷം നമുക്ക് ഈ പൂ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ കോരിയെടുക്കാം. ഈ പൂ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ പിന്നെ ഈ പൂ നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ആ കളറിൻ്റെ നിറം നോക്കി എന്ത് രസമാണ് കാണാൻ. നമ്മളെ എന്തെന്ന് പറയാം, മുന്തിരി ജ്യൂസിൻ്റെ ഒക്കെ അതുപോലുള്ളൊരു കളറ്, നല്ല രസമുണ്ട് കാണാൻ. ഇതിലെ മേജിക്ക് എന്താ വെച്ചാൽ വേറെയാണ്. ഇത് ഉണ്ടാക്കാൻ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ ഒരു ഭാഗത്താണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ഒരു റോസുള്ള മുന്തിരി കളറല്ല, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് തണുപ്പിച്ചിട്ടാണ് എടുക്കുന്നത്, ഏറ്റവും രസം കേട്ടോ. നമ്മൾ ഇതുണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലാസ്ക് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ആ നാരങ്ങ ഇങ്ങനെ പിഴിയുമ്പോൾ കണ്ട കളർ വ്യത്യാസം വരുന്നത്, നല്ല അടിപൊളി ചുവപ്പ് കളറിൽ ഇങ്ങനെ വരും ഈ നാരങ്ങ പിഴിയുമ്പോൾ. എനിക്കിഷ്ടമുള്ള പരിപാടി ഇവിടെയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നിറം മാറുന്ന കാണുമ്പോൾ തന്നെ വേറൊരു രസമാണല്ലോ. അങ്ങനെ ഞാൻ ഈ നിറം മാറുന്ന കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. കുടിച്ചാൽ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇതിങ്ങനെ നിറം മാറുന്ന കാണാൻ നല്ല രസമാണ്. അങ്ങനെ പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കണ്ട അടിയൊക്കെ വേറെ ഇങ്ങനെ കളർ ഇങ്ങനെ മിക്സ് ആയി വരുന്നത് കണ്ടില്ല. അങ്ങനെ ഇതാണ് നമ്മൾ ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇതുപോലുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.